സവോളയും മുട്ടയും കുക്കറിലേക്ക് ഇട്ട് വെറും 2 വിസിലിൽ ഒരു മുട്ടക്കറിയുടെ റെസിപ്പി തരട്ടെ. അപ്പോൾ ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണയിൽ നിന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ചീരകം, കുറച്ച് കറിവേപ്പില, പൊടിയായി അരിഞ്ഞ ഇടത്തരം 3 സവോള, ചെറിയൊരു തക്കാളി കഷ്ണങ്ങളാക്കിയത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതെല്ലാം ചേർത്ത് ഒന്ന് വഴറ്റി ഇതൊന്ന് വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ ഇളക്കി വഴറ്റി. ഇനി ഇതൊന്ന് വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു 2 പച്ചമുളക് രണ്ടായി മുറിച്ചതും കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് ഇനി ഗ്രേവിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഈ മസാലയിലേക്ക് ഒരു പാത്രം ഇതുപോലെ ഇറക്കി വെച്ച് ഇനി ഇതിലേക്ക് ഒരു 3 മുട്ടയും വെച്ച് കൊടുത്ത് ഇനി ഈ മുട്ട മുങ്ങിക്കിടക്കാൻ അളവിൽ 1 ഗ്ലാസ് വെള്ളവും ഒഴിച്ചു കൊടുത്ത് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 2 വിസിലടുപ്പിച്ച് തീ ഓഫ് ചെയ്യാം. ഇനി ഈ ചൂടൊക്കെ ഒന്ന് ആറി എയർ മുഴുവനായും പോയതിനു ശേഷം കുക്കർ തുറന്ന് നോക്കുമ്പോൾ നോക്കി നമ്മുടെ മുട്ടയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ പാത്രം ഒന്ന് എടുത്ത് നോക്കാം നമ്മുടെ ഗ്രേവി എന്തായെന്ന്. നോക്കി എണ്ണയൊക്കെ തെളിഞ്ഞ് നമ്മുടെ ഗ്രേവിയും സെറ്റ്. ഇനി ഈ മുട്ടക്കറിക്ക് ടേസ്റ്റ് ഒരു പിടി ഒന്ന് മുന്നിൽ നിൽക്കണേ. ഇതുപോലെ കുറച്ച് പഞ്ചസാരയും ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് പുഴുങ്ങി വെച്ച മുട്ട ഓരോന്നായി ചേർത്ത് മസാലയിൽ കോട്ട് ചെയ്തെടുത്താൽ വെറും 2 വിസിലിൽ മുട്ടയും ഗ്രേവിയും ഒരുമിച്ച് റെഡിയായി വന്ന് നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി മുട്ടക്കറി റെഡി. അപ്പോൾ എങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.